ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ചിലപ്പോൾ വളരെയധികം വിഷമത്തിലിരിക്കുന്നുണ്ടാവും. പക്ഷേ അത് നമ്മൾ സ്നേഹിച്ചിരുന്ന നമ്മളുടെ ആ ഒരു എക്സ് അവർ വളരെ പെട്ടെന്ന് മൂവ് ഓൺ ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതായത് അവർ ഓക്കെ ആയിട്ടുണ്ടായിരിക്കും, വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇവരെങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളതെന്ന്. ഇതിന് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വിഷമാവും എന്നുള്ളതാണ്. അതായത് അപ്പോൾ ഇയാൾ എന്നെ സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഇവിടെ എന്നെ സ്നേഹിച്ചിരുന്നത് ആത്മാർത്ഥമായിരുന്നില്ലേ, എന്നെ പറ്റിക്കുകയാണോ ചെയ്തിരുന്നത്, അപ്പോൾ കളിപ്പിക്കാൻ ഞാൻ നിന്ന് കൊടുക്കുകയാണോ ചെയ്തത്, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ വില കുറവായിട്ട് ഫീൽ ചെയ്യും. മീൻസ് നമ്മളുടെ വാല്യൂ കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും ഇതിൻ്റെ കാരണങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. സോ നിങ്ങളുടെ എക്സ് ഇങ്ങനെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് വളരെ പെട്ടെന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കപ്പിൽ നിന്ന് വളരെ പെട്ടെന്ന് മൂവ് ഓൺ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ ഇമോഷണലി ഡിപ്പെൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, അവരുടെ ഫീലിങ്സിനെ അവർ പേടിക്കുന്നുണ്ടാവും, ഭയക്കുന്നുണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ ബ്രേക്കപ്പ് സംഭവിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് വിഷമം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ടുള്ള ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾക്ക് ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുള്ള കുറച്ച് നാളത്തേക്ക് ആ ഒരു ദിവസങ്ങൾ കഴിഞ്ഞ് കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് തന്നെ അറിയില്ല എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അത്രയും നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ ആ ഒരു സമയത്തെ, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒറ്റപ്പെടലിനെ അവർ വല്ലാതെ ഭയക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഒറ്റപ്പെടുക, ഒന്നുമില്ലാത്തൊരവസ്ഥ, ഇതിനെ വല്ലാതെ അവർ പേടിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരാൾ അവരുടെ കൂടെ വേണം. അതായത് അവർ അങ്ങനെ ഒരു ഇമോഷണലി ഡിപ്പെൻഡായി മാറിയിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരാളായിരിക്കും അവരെന്ന് പറയുന്നത്. ഒറ്റയ്ക്കൊന്നും നേരിടാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ടാവില്ല. സോ ഇമോഷണലി അവർക്കൊന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ആവശ്യമാണ് എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് ഇവർ മറ്റു റിലേഷൻഷിപ്പിലേക്ക് പോകാറുണ്ട്. അപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി, നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആളെ എങ്ങനെയാണ് ഇമോഷണലി ഡിപ്പെൻഡ് ആയിരുന്നു എന്നുള്ളത്. അവർക്ക് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും നിങ്ങളെയാണ് അവർ കൂടെ കൂട്ടിയിരുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് വരുമായിരുന്നു. അല്ലെങ്കിൽ എപ്പോഴും ഒരാളോട് ഇവർക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സമാധാനം കിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. സോ ആ ഒരു രീതിയിലുള്ള ആളാണോ അവരെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാരണം എന്ന് പറയുന്നത് അവരവരുടെ ഫീലിങ്സിനെ വല്ലാതെ ഭയക്കുന്ന, അതായത് ഒറ്റപ്പെട്ടു പോകുമോ ഞാൻ എന്നുള്ളൊരു പേടി അവരുടെ മനസ്സിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അതിനെ ഫേസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ഇവർ വളരെ പെട്ടെന്ന് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. മീൻസ് അവർ സപ്പോർട്ട് വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ബ്രേക്കപ്പ് സംഭവിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവർക്കൊരു ഈഗോ ഉണ്ടാവും. അതേപോലെ തന്നെ ദേഷ്യം കാര്യങ്ങളൊക്കെ അവർക്ക് വരുന്നുണ്ടാവും, ഇയാളുമായിട്ട് ബ്രേക്കപ്പ് ആയി എന്നുള്ളത്. അപ്പൊ ആ ഒരു ടൈമിൽ ഇവരുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് എനിക്ക് എത്രയും പെട്ടെന്ന് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകണം എന്നുള്ളതാണ്. അത് ആ ഒരു ഈഗോന്റെ ഭാഗമായിട്ട് മാത്രമുള്ളതാണ്. ഒരു യഥാർത്ഥ റിലേഷൻഷിപ്പ് ആയിരിക്കും ഇപ്പോൾ നിലവിൽ അവർക്കുള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഈഗോയുടെ ഭാഗമായിട്ട് നിങ്ങളോടുള്ള ദേഷ്യത്തിന്റെ പുറത്തോ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി എന്നുള്ള ഒരു ചിന്ത കൊണ്ടോ, അങ്ങനെയുള്ള ദേഷ്യം കൊണ്ടും മറ്റു ബന്ധങ്ങൾ തിരഞ്ഞെടുത്തതായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് അധികകാലം മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടും, അതായത് ഒരു വാശിപ്പുറത്തും അവർ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളിലേക്ക് പോകാൻ, അല്ലെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ടല്ല. അങ്ങനെ ഒരിക്കലും ആവണമെന്നില്ല. നിങ്ങളോട് ഇഷ്ടമായിരുന്നു, പക്ഷെ ബ്രേക്കപ്പ് ആയത് ചിലപ്പോൾ അവർക്കും സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പൊ അതിന്റെ ദേഷ്യം, ചിലരെന്ന് പറയുമ്പോൾ ഈ ദേഷ്യം അല്ലെങ്കിൽ വിഷമം കാര്യങ്ങളൊക്കെ ഒരു അങ്ങനെ കരഞ്ഞു തീർക്കുന്ന, അല്ലെങ്കിൽ ആ വിഷമം പ്രകടിപ്പിച്ച് തീർക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. മറ്റു പലരെന്ന് പറയുമ്പോൾ അവർക്കത് എങ്ങനെ തീർക്കണം എന്നറിയില്ല. വളരെയധികം വാശിയിലായിരിക്കും പിന്നെ അവർ ഇരിക്കുക എന്നുള്ളതാണ്. പിന്നീട് അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വാശിപ്പുറത്തായിരിക്കും. ആളെന്നെ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി, അപ്പൊ അത്രയും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അപ്പൊ എനിക്ക് ദേഷ്യമാണ് വരുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അത് ഓരോരോ ആൾക്കാരെ ബേസ് ചെയ്തിരിക്കും, അവരുടെ സ്വഭാവത്തെ ബേസ് ചെയ്തിരിക്കും. അപ്പൊ ചില ആളുകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വാശിപ്പുറത്ത്, ഈഗോന്റെ പുറത്ത് മറ്റു റിലേഷൻഷിപ്പുകൾ ചൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയതിന്റെ വിഷമങ്ങൾ കൊണ്ടൊക്കെ ആവാനുള്ള ചാൻസ് കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് അവരുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് ആവശ്യമാണ് എന്നുള്ളതായിരിക്കും. ഇപ്പൊ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊരു കാര്യം വന്ന് തുറന്ന് പറയാനും, അല്ലെങ്കിൽ എല്ലാത്തിനും കൂട്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങളായിരുന്നിരിക്കാം, ആ ഒരു റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് നിങ്ങളായിരുന്നിരിക്കാം. അപ്പൊ അതേപോലെ ആ ഒരു കംഫർട്ട് സോൺ അവർക്ക് ആവശ്യമാണ് എന്നൊരു തോന്നലുള്ളത് കൊണ്ടും ഇങ്ങനെ റിലേഷൻഷിപ്പ് വേണം എന്നൊരു ചിന്ത അവർക്ക് വരാം. അതായത് റിലേഷൻഷിപ്പ് ഇല്ലാതെ പറ്റില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. അതുണ്ടെങ്കിൽ മാത്രമാണ് അവർ ഓക്കെ ആവുള്ളൂ, അവരുടെ ഇമോഷൻസ് അവർക്ക് പ്രകടിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ ഇപ്പോൾ അവർക്ക് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തുറന്നു പറയാൻ, അവരെ ഒന്ന് കൂടെ നിർത്താനൊക്കെ ആയിട്ട്
അവർക്ക് പ്രണയിക്കാനായിട്ട് ഒരാൾ വേണം, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇങ്ങനെ ഒരു എന്താ പറയുക പാർട്ട്ണറായിട്ട് ഒരാൾ വേണം എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാവും. അങ്ങനെ ആവുമ്പോഴും അവർ ഈ പറയുന്ന ബ്രേക്കപ്പ് ആയാലും ഡിവോഴ്സ് ആയാലും അത് കഴിയുമ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയും കാരണം എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നില്ല എന്നുള്ളതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. നിങ്ങൾ ഇഷ്ടമായിരുന്നില്ല എന്നൊരു കാര്യം അവിടെ വരുന്നില്ല. അവർക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ ഒരു ബ്രേക്കപ്പിന് ശേഷം നിങ്ങളുടെ ആ ഒരു സ്പേസ് അത് നികത്താനായിട്ട് അവർക്ക് കഴിയുന്നില്ല. ചിലപ്പോൾ അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളൊന്നും അവർക്ക് മാറ്റാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുന്ന സമയത്ത് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കൊരാൾ അവിടെ ആവശ്യമാണ്, റിലേഷൻഷിപ്പിൽ ഒരാൾ ആവശ്യമാണ് എന്നൊരു തോന്നലുള്ളത് കൊണ്ട് മറ്റു ബന്ധങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളെ വില കുറച്ച് നിങ്ങൾ ഒരിക്കലും കാണാതിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ കൊണ്ട് സാധാരണ ആളുകൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും കാരണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ബ്രേക്കപ്പ് സംഭവിച്ചു, അങ്ങനെ ബ്രേക്കപ്പ് സംഭവിച്ചിട്ട് വളരെ പെട്ടെന്ന് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് സക്സസ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ കറക്റ്റായി ഒന്ന് ഹീൽ ആയതിനു ശേഷം മാത്രമാണ് മറ്റു റിലേഷൻഷിപ്പ് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് ആയതിൻ്റെ സങ്കടം നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരിക്കാം. അപ്പോൾ അതോട് കൂടിയിട്ട് ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ആ ഒരു ചിന്തയോട് കൂടിയിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ബന്ധത്തിൽ നീതി പുലർത്താൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വീണ്ടും ബ്രേക്കപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നല്ല രീതിയിൽ ഹീൽ ആയതിനു ശേഷം, നിങ്ങൾ ഓക്കെ ആയതിനു ശേഷം, മാനസികപരമായി നിങ്ങൾ ഓക്കെ ആയതിനു ശേഷം മാത്രം മറ്റൊരു ബന്ധം ചൂസ് ചെയ്യാം. ഇവിടെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ബ്രേക്കപ്പ് ആയിട്ട് ഇരിക്കുന്നവരുണ്ട്. അതായത് ഇന്നത്തെ ഒരു കാലത്ത് പറയുകയാണെങ്കിൽ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞിട്ടും എൻ്റെ എക്സ് തിരികെ വരും, അല്ലെങ്കിൽ എനിക്ക് ആ ആളെ തന്നെ വേണം, അവരുമായിട്ട് തന്നെ ജീവിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്നൊരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മളുടെ സ്നേഹക്കൂടുതൽ കൊണ്ട് നമ്മൾ ഇരിക്കുന്നതാണ്. നമുക്കിപ്പോൾ അവർ തന്നെ നമ്മുടെ ലൈഫിലേക്ക് വേണം. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ജീവിതമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത്. സോ എനിക്ക് ആ സ്നേഹം വേണം, എനിക്ക് അവരെ തന്നെ സ്നേഹിക്കണം എന്ന് ചിന്തിക്കുന്നത് ശരിക്കും നല്ലത് തന്നെയാണ്. നല്ലത് തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് അത്രയും സ്നേഹമുണ്ട്, നിങ്ങൾ അത്രയും പ്യൂർ ആയതുകൊണ്ടാണ്. സോ അതുകൊണ്ട് അത് തെറ്റില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും, ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആ ഒരു പേഴ്സൺ ചിലപ്പോൾ അതിന് ഓക്കെ ആയിക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ അവരങ്ങനെ വരണമെന്നില്ല. അപ്പോൾ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, മീൻസ് നിങ്ങളുടെ എക്സിനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യണം, നിങ്ങളുടെ ലൈഫിലേക്ക് അവരെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങളുടെ ഇടയിലുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. അതിനുള്ളൊരു സൊല്യൂഷൻ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. അപ്പോൾ വിളിച്ചിട്ട് എന്താണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നം, ഇപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എത്ര നാളായി ഇങ്ങനെ സംഭവിച്ചിട്ട് എന്നുള്ള ഫുൾ കാര്യങ്ങളും പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആവാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, മീൻസ് ഗൈഡൻസ് തരുന്നുണ്ട്. സോ അങ്ങനെ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇങ്ങനെ ബ്രേക്കപ്പ് ആയതിനു ശേഷവും ഇങ്ങനെ അവർ വേറെ ബന്ധത്തിലേക്ക് പോയി എന്ന് മനസ്സിലാകുമ്പോൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും സാധാരണ നമുക്ക് എല്ലാവർക്കും കൂടുതൽ വിഷമം ഉണ്ടാവുക ആ സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ബ്രേക്കപ്പ് ആയത് ഭയങ്കര സങ്കടം ഉണ്ടായിരിക്കും. അതേപോലെ നമുക്ക് വിഷമം ഉണ്ടാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവരെ വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു ബന്ധത്തിലേക്ക് പോയി എന്നറിയുന്ന സമയത്താണ്. കാരണം നമുക്ക് വല്ലാത്തൊരു സങ്കടം, അയ്യോ അപ്പം ഇത്രയും വേഗം എന്നെ മറക്കാൻ പറ്റിയോ, ഞാൻ അത്രയും ഉണ്ടായിരുന്നുള്ളൂ, അവരെ അപ്പം എനിക്ക് എത്രയും സ്ഥാനമാണ് തന്നിട്ടുള്ളൂ, എന്നെ സ്നേഹിച്ചിരുന്നില്ലേ, ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുള്ളതാണ്. സോ ആ സമയത്ത് ഉണ്ടാകുന്ന വിഷമം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷമം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കാണ് ഞാനിന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും ഇതൊക്കെയാണ് ശരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക, അതേപോലെ എന്തുകൊണ്ടായിരിക്കും അവരത് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്